Ladies and gentlemen, Malayalis, welcome back to yet another review. We are reacting to സർവമായ തിയേറ്ററിൽ കാണാൻ പറ്റിയില്ല. വി ഹാവ് എ ഹൊറർ ഫാൻറ്റസി ഫിലിം. നല്ല റേറ്റിംഗ് കിട്ടുന്ന ഹൊറർ ഫാൻറ്റസി ഫിലിംസ് കുറവാണ് ഇൻ ജനറൽ. DSRയ്ക്ക് അത്യാവശ്യം റേറ്റിംഗ് ഉണ്ടായിരുന്നു. പിന്നെ നിവിൻ പോളിയുടെ ഒരു കംബാക്ക്, ഐ തിങ്ക് ഇതിന് മുമ്പ് ഫാർമ ഇറങ്ങിയായിരുന്നു. സോ അതല്ലാതെ ഒരു നെക്സ്റ്റ് കംബാക്ക്, ഒരു പ്രോപ്പർ കംബാക്ക് സർവമായയിലൂടെയാണെന്ന് തോന്നുന്നു. ഓഡിയൻസ് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഗൂഗിൾ റോട്ടൻ ടൊമാറ്റോസ് 95 Google users, 97% of Google users like this film. IMDb ഈ റേറ്റിംഗ്സ് നമുക്കിപ്പോൾ വിശ്വസിക്കാൻ പറ്റില്ല, കാരണം ഇറങ്ങിയിട്ടേ ഉള്ളൂ. സോ ഫാൻസ് ബൂസ്റ്റ് ചെയ്യുന്നതാവാം. സ്റ്റിൽ ഇറ്റ്സ് എ റിയലി ഗുഡ് റേറ്റിംഗ്. അപ്പോൾ OTTയിൽ നിന്ന് റിലീസ്ഡ് ആയിട്ടുണ്ടായിരുന്നു. സോ ഐ എം ഗോയിങ് ടു വാച്ച് ഇറ്റ്. സോ വി ഹാവ് പ്രിറ്റി ഗുഡ് കാസ്റ്റിംഗ് ആസ് വെൽ. റിയ ഷിബു, കുറേ റീൽസൊക്കെ വരുന്നുണ്ടായിരുന്നു. ഞാൻ മാക്സിമം സ്കിപ്പ് ചെയ്ത് കളഞ്ഞു ടു അവോയ്ഡ് സ്പോയിലേഴ്സ്. ആൻഡ് വിത്തൗട്ട് ഫർദർ ഡു, ഞാൻ ഇൻട്രോ സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഫോർ ഫെയർ യൂസ് പോളിസി ഐ എം ഗോയിങ് ടു ഡിസ്റ്റോർട്ട് ദ സ്ക്രീൻ, ക്രോപ്പും എല്ലാം ഇങ്ങനെയൊക്കെ ചെയ്തിട്ട്. സോ വിതൗട്ട് ഫർദർ ഡു, ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ഇറ്റ്. ഞാൻ ഓടിക്കട്ടെ. സജീവ് പട്ടാമ്പി. യൂറോപ്പ് ട്രിപ്പിന്റെ വിസ അതുകൊണ്ട് നിങ്ങൾക്കല്ലേ ഗുണമുണ്ട് സഹിച്ചേട്ടാ. യൂറോപ്പ് ട്രിപ്പോ? എന്ത് പറ്റി? ട്രിപ്പിന് പോകാനായിട്ട് അയച്ചത് 15 പാസ്പോർട്ടാ. ഇതിപ്പോ വിസ വന്നത് 14 പേർക്ക്. ഒരാളുടെ മിസ്സിംഗ് ആരടാ? ചേട്ടനുണ്ട്. വയലിൻ സേവിയർ ലിൻഡോ കുണ്ടറദാസ്. വയലിൻ സെറ്റപ്പ് ഫുൾ ഉണ്ട്. Oh no. It looks really nice though. Tell you that is messed up. വീഡിയോ എടുക്കും ഇൻസ്റ്റാഗ്രാമിൽ ട്രെൻഡ്. ഓക്കെ നമ്മുടെ അമേരിക്കൻ പ്രോഗ്രാമിന്റെ ജാക്കറ്റ് മൊത്തം പോയി. ഇതിപ്പോ ഇന്ന് ഓർഡർ ചെയ്താലാണ് നമുക്ക് പോണേക്കാൾ മുമ്പ് ഡെലിവർ ആവുള്ളൂ. അതെ നമ്മുടെ റിഹേഴ്സൽ റൂമിന്റെ ബാക്കിലത്തെ മുറിയില്ലേ, അത് 2 മാസത്തേക്ക് എടുക്കാണേ. ഇപ്പോഴത്തെ ഫ്ലാറ്റ് നൊടിയാണ്, അപ്പൊ സാധനങ്ങളൊക്കെ ഒന്ന് വെക്കാം. അപ്പൊ നീ ഫ്ലാറ്റ് ഒഴിഞ്ഞ ഫ്രണ്ട് ഓർക്കും കുറുക്കുണ്ട് ഇടുവാ. നല്ല പോർക്ക് മാറ്റി കുറുക്ക് മാത്രം എടുക്കാം. ഓംലെറ്റ് അല്ല ഇലക്ട്രിക് ഗിറ്റാർ. ഈ സെയിം ചോദ്യം ഞാൻ അവരോട് ചോദിച്ചതാ. അപ്പോ ആ സ്പോൺസർ വഴി ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്, നോക്ക്. ചേട്ടാ, ലാസ്റ്റ് മിനിറ്റ് ഒരു ഇൻവെസ്റ്റർ വലിഞ്ഞു. ഒരാളെ കട്ട് ചെയ്താലേ മാനേജ് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് ഞാൻ പ്രബേന്ദു ചേച്ചിയോട് എന്റെ പ്രത്യേകം സോറി പറയണേ. ചേച്ചി അവന്റെ അത് ഈഗോ അല്ല, അത് കോൺഫിഡൻസ് ആണ്. അല്ല പറഞ്ഞ ഞാൻ അങ്ങനെ ഒന്നും ഉദ്ദേശിച്ച് തീർന്നിട്ടില്ല. ഒരാൾക്ക് പാഷനേറ്റ് മ്യൂസിഷ്യൻ ആവണമെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ വേണ്ടെന്ന് വെക്കേണ്ടി വരും. ഇപ്പോൾ റഹ്മാൻ തന്നെ സേഫ് സോണും പിടിച്ച് വീട്ടിൽ ചോറും പൊതിന് അടുത്തുള്ള ബാങ്കിൽ പോയിരുന്നിരുന്നെങ്കിലേ നമ്മളിന്ന് സ്റ്റേജിൽ പാടി പകുതി പാട്ടെങ്കിലും നമുക്ക് പാടാൻ പറ്റുമായിരുന്നോ? പ്രവേ, ഞാൻ നിന്നോട് തർക്കിച്ചതല്ല. ഇവരാരെങ്കിലും സിനിമയിൽ വായിച്ചിട്ടുണ്ടോ? സ്റ്റുഡിയോ റെക്കോർഡിങ്ങിന് വിളിക്കുന്നുണ്ടോ? അതൊക്കെ വല്ലപ്പോഴും നടക്കുന്നുണ്ട്. ഏതായാലും ഈ ട്രിപ്പോ ക്യാൻസലായ സ്ഥിതിക്ക് നീ നിന്റെ അച്ഛൻ്റെ സപ്തതി ആഘോഷത്തിന് പോകും. നിന്റെ ഏട്ടൻ കുറെ വിളിച്ചതല്ലേ. ഫുഡ്, റെന്റ്, ഇതിന്റെയൊക്കെ പൈസ ലാഭിച്ചൂടെ? പിന്നെ ഫ്രീ വൈഫൈ, ഫ്രീ ലോണ്ടറി, സുഖല്ലേ? നിനക്ക് എപ്പോഴുണ്ടെങ്കിലും ഇല്ലത്തൊന്ന് വന്നാൽ അച്ഛനത് വലിയ സന്തോഷവും. പുറമെ അച്ഛനത് കാണിച്ചില്ലെങ്കിലും വല്യച്ഛനും കാണണമെന്ന് പറയുന്നുണ്ട്. എപ്പോഴായിരുന്നു? എന്ത് പാസിംഗ് നിങ്ങൾ എന്ത് കണ്ടു? 3 വെച്ചിട്ട് പോകട്ടോ. എടോ അച്ഛൻ ഒരു കുഴപ്പം. ഇതാണ് മൂത്തയാള് ദീപാങ്കരൻ. എൻ്റെ കൂടെ ശബരിമലയിലുണ്ടായിരുന്നു. അപ്പം ഞാൻ കണ്ടിട്ടുണ്ട്. ഇവിടുത്തെ ക്ഷേത്രത്തിലാണോ അച്ഛൻ്റെ കൂടെ? അല്ല, ഏത് നേരവും വിദേശത്താ. ഒക്കെ VIP പൂജകൾ. ഇന്ന് രാത്രി കെനിയക്ക് പോവാ, അവിടെ ദുബായി. താമസം എയർപോർട്ടിനടുത്തേക്ക് മാറ്റി. അപ്പുറത്ത് നിറച്ച ആൾക്കാരെ തുളസി ചേച്ചി അച്ഛന് നിൽപ്പുണ്ടായിരുന്നു. അത്രല്ല, നിങ്ങൾ രണ്ടാളുടെ അമ്മ പോയി. ഓ അതെ, മൂത്രം ഒഴിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയൊന്ന് ഞെക്കിയ വെള്ളം വരുന്ന സാധനമാണത്.
ഒരു സെക്കൻഡ് പോലും വേണ്ട. എന്തിനാണ് ഈ മുറി നാറ്റിക്കുന്നത്? നമ്മൾ ആൾറെഡി വെള്ളത്തിലേക്കല്ലേ മൂത്രം ഒഴിക്കണത്, പിന്നെന്തിനാ വീണ്ടും വെള്ളം ഒഴിക്കണത്? വെളിച്ചെണ്ണ മെയിനാണെത്തിയല്ലോ. ഒപ്പിക്കാൻ ഇത്തിരി പ്രയാസമാണ്. ഞങ്ങൾക്ക് വെച്ചാൽ നേരത്തെ ചെക്കിനും ചെയ്യണം. വേറെ എന്താ ഇപ്പം എടുക്കാൻ പറ്റുക? ശുഭകാര്യത്തിനല്ലേ ഹോമം. അതെ അതെ. കൂവളം ചെറിയ കക്ഷകളാക്കി ചമതയാക്കിയാൽ മതി. ഓക്കേ. അപ്പം അത് ഓക്കെ. കെനിയെന്ന് എന്തെങ്കിലും കൊണ്ടുവരണോ? പരികർമ്മ ചെക്കന് ദീപുവിന് ഒരു കാറ് മേടിച്ചു കൊടുത്തു. നല്ല പൈസയും കൊടുക്കണ്ടെന്ന് കേട്ടത്. നീ പൂണൂലിട്ടിരുന്നെങ്കിൽ ദീപു നിന്നെ കൂടെ കൂട്ടിയത്. നീലകണ്ഠന്റെ കൂടെ ആയിരുന്നെങ്കിൽ നീ ഈ കുടുംബക്ഷേത്രത്തിന്റെ മേൽശാന്തി ആയിരുന്നേ. ആ നിന്റെ കയ്യിരിപ്പ് കൊണ്ടല്ലേ. ഈ കയ്യിലിരിപ്പിനെ I'll defend him. I'm also an 80s, so. നിങ്ങൾക്ക് ബിൽഡപ്പ് അല്ലേ ഉള്ളൂ, കാണാനും കേൾക്കാനൊന്നും പറ്റില്ലല്ലോ. മതി മതി. ഭവാനേ, എൻ്റെ ഭഗവാനേ. പ്ലീസ് ഡോണ്ട്. ഇതാരത്? അജു വർഗീസോ? മൈ ഗോഡ്. ശ്രീകുട്ട, തിരുമേനി എന്നെ വാങ്ങിച്ചോളൂ. ഞാൻ ചെയ്തോണ്ട് പറയല്ല, പൂജ ഗംഭീരായി. എന്താ അതിനിപ്പോ എന്താ? ഇതിലൊക്കെ നല്ല വർക്കിംഗ് കണ്ടീഷനാ. പക്ഷെ ക്ലീനിങ്ങിന് എക്സ്ട്രാ പൈസ തരേണ്ടി. നീ ഇങ്ങനെ ആർത്തി പിടിക്കല്ലേ ശ്രീകുട്ട. പിന്നെ ഞാൻ എങ്ങനെ ആർത്തി പിടിക്കണം? നിങ്ങളെ വേണ്ടിയിട്ടല്ലേ ബഡ്ജറ്റ് കുറച്ച് ഞാൻ ഈ പൂജയൊക്കെ പിടിക്കുന്നേ. ആണോ? എന്നിട്ടാണോ നിങ്ങൾ എനിക്ക് പകരം വേറെ പരികർമ്മിനെ അന്വേഷിച്ച്? ഹാപ്പിയല്ലേ? പവിത്ര, നാളെ 4:30 പോകണട്ടാ. സദ്യ എവിടേക്കാ? തൃശ്ശൂര്. ആഹാ, ഇന്തൊരു ബൈക്ക് ശരിയാക്കി എടുത്തല്ലേ, നന്നായി. അമ്മ ഫോണിൽ തന്നെ. വല്യച്ഛൻ എങ്ങനെയുണ്ടല്ലോ? ഉഷാറാണ്, കാലിന് മാത്രം ചെറിയ വയ്യായിക. എടാ നിനക്ക് തോർത്തെടുക്കണ? വേണ്ട, ഞാൻ വിളിച്ചിട്ടാണ്. അമ്പലക്കുളത്ത് പോയിട്ട് വരാം. ഇവർ തമ്മിൽ എന്താ? ചെറിയമ്മയുടെ മൊബൈൽ എന്താ? അനഘയുടെ വാട്സപ്പ് സ്റ്റേറ്റസ് നോക്കിയത് എനിക്ക് കാണാൻ പറ്റില്ല. ബ്രേക്കപ്പിന് ശേഷം ബ്ലോക്ക് ചെയ്തോളൂ. നമ്മളെ ഡിസ്റ്റർബ് ചെയ്യണ്ട. എന്താ ഈ നാണമില്ലല്ലോ. അച്ഛൻ്റെ സെറ്റപ്പിൽ ഒരുപാടുണ്ട്. സദ്യക്ക് വിളമ്പാൻ പോന്നോ? അത് ശരിയല്ലോ. നീ ആളും ബഹളമൊക്കെ ആയിട്ട് തേങ്ങ ചിലവറിയോ? അല്ലെ കറിക്കറിയാം? വേണ്ട വേണ്ട, കൈ മുറിഞ്ഞ പിന്നെ ഗിറ്റാർ വായിക്കാൻ പറ്റൂല. എടാ നിനക്ക് എൻ്റെ അസിസ്റ്റൻ്റായിട്ട് വന്നൂടെ പരികർമ്മയായിട്ട്? നടക്കില്ല. നീയും ദീപുവായിട്ടും ഒരുമിച്ച് പ്രോപ്പറായിട്ട് വേദപഠനം കഴിഞ്ഞല്ലേ? അങ്ങനെയാണെങ്കിൽ നാളെ നമ്മൾ ജീവനോട് ഉണ്ടാവും. നിനക്കല്ല ഉറപ്പുണ്ടോ? അത് ഭാഗ്യം പോലെ ഇരിക്കും. ആ ഭാഗ്യമാണ് ദൈവം കരുതിയാൽ പോരെ. ഇതൊരു ഡിബേറ്റ് ചെയ്യാനുള്ള ടോപ്പിക് ഉണ്ട് എനിക്ക്. എന്ത് സംഭവം? തനിക്ക് എന്തിന്റെ കുഴപ്പമാണ്? ഓടിക്കടേ അവരത്തിന് പേടിയാ എനിക്കാ. എന്തിന്? ഇത് അവനല്ലേ കണ്ണൻ? ഡീസലല്ലേ? പാട്ടിനെ നെക്സ്റ്റ് ലെവൽ കൊണ്ടുപോയി. എല്ലാം അമ്മയുടെ അനുഗ്രഹം അല്ലേ ഏട്ടാ? അതെ അതെ അതെ. ക്യാഷ് ഞാൻ ജിപേ ചെയ്താ പോരെ? ക്യാഷ് ആയിട്ടുണ്ടാവൂലേ സ്ഥലട്ടോ? ക്യാഷ് ആയിട്ടുണ്ടാവില്ല, പക്ഷെ പൈസ അക്കൗണ്ടിൽ വരും. ഡോണ്ട് വറി. നന്നായിരുന്നു. കിട്ടുമ്പോ കിട്ടും. ഫൈസല് എൻ്റെ കയ്യിൽ വീട്ടിലേക്ക് പോകാനുള്ള കാശ് മാത്രമേ ഉള്ളൂ. ടെൻഷൻ ആവല്ലേ പ്രഭേ, പൈസ ഇന്ന് വരും, നാളെ പോവും. എടാ നാളെ പോകാനായിട്ട് ഇന്ന് വരണ്ടേ? വിരാജ് ത്രിവേദി സാറില്ലേ, പുള്ളി കേരളത്തിൽ ഇലക്ട്രിക് ഗിറ്റാറിസ്റ്റിൽ പുതിയ പിള്ളേരെ നോക്കുന്നുണ്ട്. പുള്ളി ശ്രമിച്ചു നോക്കാമല്ലോ. ഇതെന്താ ഓക്സിജൻ ലെവൽ നോക്കാനാണോ? ക്രെഡിറ്റ് കാർഡിന്റെ വെരിഫിക്കേഷൻ എടാ. നിനക്ക് വേണോ? വേണ്ട വേണ്ട, ടെൻഷനാണ്. സാറേ ഒരു ഫോട്ടോ. അത്ര ചിരി വേണ്ട. ഇതിൽ എറണാകുളം വരെ പോയിട്ടൊന്നും തടഞ്ഞില്ല. ഫുൾ സ്റ്റോക്ക് കാലി. എന്റെ കയ്യിൽ എവിടെ നിന്നാ? ഇയാളുടെ അച്ഛനോട് ചോദിച്ചാ പോരെ? ഞാൻ അങ്ങേരോട് എൻ്റെ കൊക്കിന് ജീവനുണ്ടെങ്കിൽ. ആര്, ഞാനോ? അതല്ല, എന്താ കാര്യച്ചാ പറഞ്ഞോളൂ. ചേഞ്ച് ഉണ്ടാവോ? എത്ര ഉണ്ട്? ഒരു 200. 100-ൻ്റെ ആയിട്ട് മതിയോ? അല്ല, 200-ന് ഒറ്റയാണല്ലോ. ഓക്കെയാണ്. അപ്പോൾ അത് ചേഞ്ച് അല്ലല്ലോ. എന്തിനാ? നല്ല ഗ്ലാമർ അല്ലേ? പിന്നെ മോളെ ചെറുപ്പത്തിൽ കണ്ടതാ, വളർന്നല്ലോ.
അയ്യോ ഇവിടെ അപ്പുറത്തെ വീട്ടിലാ ഞങ്ങൾ ഇങ്ങോട്ടേക്കാന്ന് പറഞ്ഞപ്പോ ഈ മനയൊക്കെ ഒന്ന് കാണാൻ വേണ്ടി വന്നതാ. ഓ സോറി. നിങ്ങൾക്ക് ഗ്ലാസ് ചായ ഉണ്ട്, ആവശ്യമുള്ളപ്പോ ഒഴിച്ചു കുടിച്ചോ. ഓക്കെ അല്ലേ? പണ്ടൊക്കെ ഇല്ലത്തിന് പുറത്ത് ചായ കഴിച്ചു എന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ വക അപ്പടിയാ. Shit, man, that's so conservative. അല്ലേ? Not, അതിന് ഞാൻ തന്നെ not just that, നമ്മുടെ ഇൻട്രസ്റ്റ് ഒക്കെ സപ്പോർട്ട് ചെയ്യണമല്ലോ. എന്നെ ഞാൻ നന്നായി നോക്കുന്നു. സ്വന്തം കാര്യം മാത്രം. അതെ, എൻ്റെ അവസ്ഥ എനിക്കല്ലേ അറിയുള്ളൂ. യെസ്. വിപന്നകാലേ വിധിയോനഹാനി. ഓ നോ. ധനാഗമഹ. ആ, എന്താ അർത്ഥം? കഷ്ടകാലത്തും ബുദ്ധി നഷ്ടമാവില്ല, അത് ഉപയോഗിച്ചാൽ പിന്നെ സമ്പാദിക്കാൻ പറ്റും. സിമ്പിൾ, അത്രേ ഉള്ളൂ. പോയി സമ്പാദിക്കണോ. കുളത്തിൽ കുളിക്കണു എന്താന്നറിയില്ല, ഇപ്പൊ അമ്പലക്കുളത്തിൽ കുളിക്കാൻ പോണില്ല. എല്ലായിടത്തും കുളം സെറ്റ് ചെയ്യുന്നുണ്ടല്ലോ. എന്തിന്? പൂണൂലിടാൻ, പൂജ ചെയ്യാൻ ഞാൻ റെഡിയാണ്. വൈബ് നല്ല രസമുണ്ട് കാണാൻ. കുറച്ച് നാളായി ഇങ്ങനത്തെ ഒരു സിനിമ ഉണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്, കഴിച്ചിട്ട് വീട്ടിൽ പോയിട്ട് കഴിച്ചാൽ പോരെ? അവിടെ ഉപ്പുമാവാ, ഇവിടെ മസാല ദോശ. ഞാനിപ്പോ വരാം. തേക്കാണെന്നാണ് പൗലോസ് പറയുന്നത്. നല്ല കാശായി കാണുമല്ലോ. പണിയുന്ന പൗലോസ് ആണെങ്കിൽ പിന്നെ പൈസ കൂടാണ്ടിരിക്കുക. ആ ഉറപ്പ് ഉണ്ടായാൽ മതി. തലയിലിരിക്കണ ആ വിഗ്ഗിനെക്കാണ് ഉറപ്പാണിത്. അത് കൈകൊണ്ടൊന്ന് താങ്ങിക്കോ, പറന്നു പോണ്ട. ഇതിൽ എത്ര പേർക്ക് ഇരിക്കാൻ പറ്റും? ഇത് നമ്മുടെ പഞ്ചായത്തിലെ മുഴുവൻ ആളിരുന്നാലും സാധനം അനങ്ങൂല. ഇങ്ങനെ തള്ളല്ലേ എന്റെ പൗലോസ്. തള്ളം. അയ്യോ, എല്ലാരും വാ, വന്നിരുന്നോ. ഇവരെല്ലാം കൂടെ ഒന്ന് താഴെ വീണാല് തിരുമേനിക്കിരിക്കണ ഇരുന്നോ, ഐശ്വര്യമായിട്ട് ഇരുന്നോ. നിങ്ങടെ മാറി തിരുമേനി ഇരിക്കട്ടെ. ഇരുന്നോ. ഇപ്പൊ എങ്ങനെയുണ്ട്? അച്ഛനെ അമ്മനെ ആരെന്ന് വെച്ചാൽ വിളിച്ചോ സാറിൻ്റെ ചെറിയ നാടത്തെ. ഒരു കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല. ഊഞ്ഞാലോ കണ്ടെടുത്ത് നീരണ്ടെന്ന് പറഞ്ഞത്. ഭാഗ്യം ഹിന്ദുള്ളതുകൊണ്ട് ഏറ്റിരിക്കുന്ന പൂജകളൊന്നും മുടങ്ങില്ല. നിങ്ങളുടെ രണ്ടുപേരും ഒന്ന് പോയിക്കേ. എനിക്ക് ഇന്നോട് പേഴ്സണലി ഒരു കാര്യം പറയാനുണ്ട്. ചെല്ലമ്മേ. കാര്യം ഞാൻ നിന്റെ കസിൻ നിൽക്കുക. പക്ഷെ ഇപ്പോ ഞാൻ നിന്റെ തൊഴിൽദാതാവ് കൂടിയാ. ഇപ്പൊ നിനക്ക് ഒറ്റയ്ക്ക് പൂജ ചെയ്യാനുള്ള പ്രാപ്തിയൊക്കെയായി. പറഞ്ഞു വരുന്ന അതൊന്നുമല്ല. നാളെ മുതൽ നിനക്ക് പൂജ ചെയ്ത് കിട്ടുന്നതിൽ 50-50. ഞാനല്ലേ? പക്ഷെ പൂജ പിടിക്കണം ഞാനല്ലേ. രൂപേ ഇന്ദു, ബന്ധുമിത്രാദികൾ തമ്മിൽ പ്രൊഫഷണൽ പറ്റൂല. ഒരു 30-70 ക്ലാരിറ്റി വരുത്തി പിന്നെ വഴക്കുണ്ടാവില്ല. വെറുതെ ബന്ധം വഷളാക്കണ്ടല്ലോ. ആ പ്രഭേ, ഫൈസല് പറഞ്ഞായിരുന്നു. കൺഗ്രാറ്റ്സ്. ബോംബെ എത്തിയാ നമ്മളിവിടെ രക്ഷപ്പെടുത്തണേ. ചുമ്മാ ബോംബെ. ഓ, മറ്റേ പുള്ളി വിളിക്കുന്ന കാര്യം. അതെ, ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഒരു റിക്വസ്റ്റ് അയച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അത്ര ആക്റ്റീവ് അല്ല. എന്നാ ഇപ്പൊ ആക്സെപ്റ്റ് ചെയ്താൽ മതി. എനിക്ക് വയ്യ ചെക്കൻ. ഒരു മിനിറ്റ് പേരി. അങ്ങേർക്ക് ഞാൻ പ്ലേ ചെയ്ത് അയച്ചു കൊടുത്ത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇപ്പൊ സ്റ്റുഡിയോയിൽ ഒരു വീഡിയോ കോൾ സെഷൻ വിളിപ്പിച്ചിരിക്കുക. കൺഗ്രാറ്റ്സ്, അത് കളിക്കി. എടാ, നാളെ വൈകിട്ട് എന്താ പരിപാടി? പുലർച്ചെ കാടാമ്പുഴയിലൊരു ഗണപതി ഹോമമുണ്ട്. വൈകിട്ട് പിന്നെ ഒരു പടത്തിന് പോകാൻ കരുതി. അയ്യേ, അത് വെറും വേസ്റ്റ് പടമല്ലേ. അതിന് ഏത് പടമാണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. പറഞ്ഞില്ലേ? പറഞ്ഞില്ല. കൃഷ്ണനുണ്ണി ജോസിൽ ഇന്ന് വരെ തന്നതിൽ ഏറ്റവും വലുത്. എന്താ സംഭവം? പാലക്കാടുള്ള ഒരു അഡ്വക്കേറ്റിന്റെ +2 പഠിക്കുന്ന ചെക്കൻ്റെ ദേഹത്ത് ഒരു പ്രേതബാധ. അവരെന്തൊക്കെയോ കാണുന്നെന്നോ കേൾക്കുന്നെന്നോ. പൂജയിൽ തീരില്ല. ഇത് ഹിപ്നോട്ടിസ്റ്റ് വേണം. ഞാൻ ഹിപ്നോട്ടിസ്റ്റ് എന്നെ ഇത് കുറച്ച് വിധികൾ. ശരി, പിന്നെ 60-40 മറക്കല്ലേ. ഓക്കെ. എടാ പ്രഭേ, സോറി ഇന്നില്ല.
വിരാജ് സാറിൻ്റെ മാനേജർ വിളിച്ചായിരുന്നു. പുള്ളി രാത്രി മുഴുവൻ പണിയെടുത്തിട്ട് പകൽ ഉറക്കം. ഓ കുഴപ്പമില്ല, ഇനി പ്ലാൻ ചെയ്യാൻ പറഞ്ഞാൽ മതി. ഓക്കെ, ഇൻസ്റ്റഗ്രാം റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്തിട്ട് പോടോ. റിക്വസ്റ്റ് അതെ, ഇപ്പം ആഡ് ചെയ്യാവോ എൻ്റെ ഇൻസ്റ്റ ID ചോക്കി ചോസ്കി. ഓക്കെ ഓക്കെ. എന്ത് ആഡ് ചെയ്യാത്ത അതെന്താ പരിപാടി? ചെടിയൊക്കെ ചീത്തയാവൂ. ചെടിക്ക് നമ്മുടെ മുടി വെട്ടുന്ന പോലെ ഉള്ളൂ, നല്ല സുഖമായിരിക്കും. എനിക്കിത്തിരി ചെടിപ്പുറത്ത് പോലെ. അല്ല, തന്റെ പേരെന്താ? ഓ അത് ഹനിമോൻ പോലെ. പോ. ഞാൻ ഈ ഒട്ട തന്നെ പൊക്കോളാം. എന്ത് കുഴപ്പമില്ല, ഇവർ തമ്മിൽ എന്താ പറ്റിയേ? വ്യത്യാസം കൊണ്ടാണ്. ഈ സമയത്ത് ഇവിടെ എന്ത് പൂജ? യെസ്, രൂപേഷ് വിളിച്ചിരുന്നു. സാധനങ്ങൾ എടുക്കാൻ ഹെൽപ്പ് വേണോ? വേണ്ട, കൂടുതൽ Oh no. ഞാൻ ഡ്രൈവറെ വിളിക്കാം. It's getting very interesting. Okay, I'm very invested. ഇനി പുൽപ്പായ മാത്രം പോരെ? മതി. Very 10 മിനിറ്റ് ഞാൻ വിളിക്കാം കേട്ടോ. ഓ 10 മിനിറ്റിനകം റെഡിയാവും. Oh no. ശരി. അത് കുട്ടുവിൻ്റെ ഐ മീൻ അവിനാഷ്, അവൻ നന്നായി പ്ലേ ചെയ്യും. എപ്പോൾ നോക്കിയാലും ലത ചേച്ചി വിശക്കുന്നു എന്ന് പറയുന്ന കുട്ടിയാ. ഇപ്പം അതിനൊന്നും വേണ്ട. No, you need to get a psychologist or a hypnotist. ഹാൻസിൽ ഒരു ഡോക്ടർ രണ്ടും ഞാൻ മാസ്റ്റേഴ്സ് ഇൻ സൈക്കോളജി ആൻഡ് ഹിപ്നോട്ടിസ്റ്റ്. കാണിച്ചു, എന്നെ വിളിക്കണം. കഴിക്കുന്നുണ്ട്, പക്ഷെ വൈഫിന് ഒരേ നിർബന്ധം. അതാ ഇതിലല്ല, ഇത് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന കേസാ. മൈ ഗോഡ്, ഇനി ശരിക്കും പ്രേതമായിരിക്കില്ലേ? കൊലിസാരുടെ കുട്ടോ ഇരിക്കുമനെ. തുടങ്ങിയത് ഒരാഴ്ച കഴിഞ്ഞു. രാത്രി കരഞ്ഞോണ്ട് ഞങ്ങളുടെ റൂമിൽ വന്ന് കിടന്നതാ. ആരോ അടുത്ത് വന്ന് എന്തോ പറയാൻ ട്രൈ ചെയ്യുന്നുണ്ട് അത്രേ. വെരി ഇൻട്രസ്റ്റിംഗ്. സ്ത്രീയോ പുരുഷനോ? ഒരു പെൺകുട്ടിയാണ്. ഈ പൂജ കഴിയുന്നോടെ പ്രശ്നത്തിന് അത് ബാധകമാണ്. ദേഹത്തിൽ നിന്ന് മാറി ബ്രഹ്മത്തിൽ ലയിച്ചോളും. Oh no. What is going on, man? Hey? Oh shit. ഇങ്ങോട്ട് പോണു. സസ്കസ് പ്രേതം. അയ്യോ, ഇനി പ്രേതം ഇവന്റെ ദേഹത്ത് കയറിയ. അതെ, അങ്ങനെ ഒരു വഴിയില്ലല്ലോ. ശരിക്കൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. ഞാൻ പറഞ്ഞതല്ലേ. പറഞ്ഞു മെഡിസിൻ്റെ എഫക്റ്റ് ഇപ്പോഴായിരിക്കും വന്നു തുടങ്ങിയിട്ടുണ്ടാവുക. അതെ, അങ്ങനെ സയന്റിഫിക് ആയിട്ടാലോ. 60,000 രൂപയ്ക്ക് പകരം വക്കീൽ 1,00,000 രൂപ തരണമെങ്കിൽ എന്തോ എന്താ പൂണൂലിട്ട് പൂജ ചെയ്യാൻ തുടങ്ങിയ പിന്നെ 1,00,000 രൂപയായിരുന്നു. മൈ ഗോഡ്. അതാണ് ഈ പറഞ്ഞ പ്രസൻസ്. ഓ ചെല്ലട്ടെ. പിന്നെ നാളത്തെ 3 ദിവസം ബ്രേക്ക് വേണം. അയ്യോ, ഞാൻ 3 പൂജ ഓൾറെഡി കമ്മിറ്റ് ചെയ്ത് പോയി. അത് കഴിഞ്ഞിട്ട് പോയി ബ്രേക്ക്. ഇല്ല 60-40 70-30. ഓക്കെ. ഇന്നത്തെ ഹോമത്തിലുള്ള വെള്ളിയുടെ രൂപം ഇവിടെ പല ടൈപ്പിലുള്ളതുണ്ട്. ഞാൻ ഫോട്ടോ എടുത്ത് അയച്ചിട്ടുണ്ട്. ഏതാ വേണ്ടേ? ഒരു സെക്കൻഡ്. തിരുമേനയുടെ വാട്സപ്പ് ഡിപ്പിയിലുള്ള ആ ചൈനക്കാരനേതാ? ചൈനക്കാരനോ? Oh shit. Oh my god. കൊറിയൻ സിംഗറാ. ഓ അത് ശരി. ഞാൻ ഇവൻ മാറ്റിയതല്ല. ഓക്കെ, ഇവൻ തന്നെ മാറ്റിയതാണോ? ഓക്കെ, താൻ മാറ്റിയതാണല്ലേ? പ്രഭേന്തു അല്ലേ? ഞാൻ ശ്രീകുട്ടൻ, രൂപേഷേട്ടൻ്റെ പരികർമ്മയായിരുന്നു. 12 വർഷങ്ങൾക്ക് മുന്നേ ഇല്ലത്തുനിന്ന് പൂണൂലും വലിച്ചെറിഞ്ഞിറങ്ങി ഗിറ്റാർ വാങ്ങിച്ച് നടക്കുന്ന ഒരു കസിനെ കുറിച്ച് രൂപേഷേട്ടൻ പറയാറുണ്ട്. കാശ് കുറച്ച് കൂടുതൽ വാങ്ങിച്ചാലെന്താ, ഞാൻ കൂടെ ഉള്ള തന്നെയാണ് എനിക്ക് നല്ലത്. ഓക്കെ അല്ലേ? ഓക്കെ ആണ്.
കുറച്ച് ഓവറാണല്ലേ. പോക്ക് പോയപ്പോഴേ എനിക്ക് തോന്നി നോക്കി നമ്മുടെ പ്രേതമണി ഒപ്പിച്ചാണ് ആയിരിക്കും. തിരുമേനി എന്നോട് പൊറുക്കണം. വന്നേ. അതിനെന്ത് ഇതിലുണ്ടോ? പ്രബന്ധ ചേച്ചിനെ വിളിച്ചോട്ടാ, ഞാൻ നേരിട്ട് കൈ കൊടുത്തോളാം. ചേച്ചി അല്ല ചേട്ടൻ. ചേട്ടനോ? എന്നാ പോയി ചേട്ടനെ വിളിച്ചിട്ട് വരിക, ഞാൻ ഇത് നോക്കിക്കോളാം. കാക്കൊത്താതെ അഡ്രസ് മാറിപ്പോയതായിരിക്കും. പ്രബേന്ദു എൻ നമ്പൂതിരി, മുല്ലശ്ശേരി മന. അത് താങ്കൾ തന്നെയാണോ? ഞാൻ സാധനം പിടിച്ചു. ഓ ഇത് മറ്റേ നമ്മുടെ ഒരു പൃഥ്വിരാജിന്റെ സിനിമയുണ്ടല്ലോ, പൃഥ്വിരാജിന്റെ നസ്രിയുടെ ഉണ്ടല്ലേ. ഒരു OTP വരുമെന്ന് പറഞ്ഞുതരും. മറ്റേ അതിൽ ഇതേപോലെ മറ്റേ നസ്രിയ പൃഥ്വിരാജിന്റെ ഫോണിൽ നിന്ന് ഓർഡർ ചെയ്യണേ ഇതേ സെയിം പരിപാടി. നസ്രിയ പ്രേതം ഈ സിനിമയാണെന്ന് മറന്നു. ശരിയാ. ഇതെനിക്കാരും കൊണ്ടുപോകാൻ പറ്റുന്നില്ല. കമ്പനിയിൽ നിന്ന് റിട്ടേൺ ടോക്കൺ വന്നം 2 ദിവസം എടുക്കും. സത്യം ഞാൻ ഓർഡർ ചെയ്തല്ല. സാറിന് എന്തെങ്കിലും ആമസോൺ ആലോചിച്ച് സമയം ഫോട്ടോ മാറുന്നു, ഇല്ലാത്ത ആപ്പൊക്കെ ഇൻസ്റ്റാൾ ചെയ്ത് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് തുണികളൊക്കെ ഓർഡർ ചെയ്യുന്നു. എല്ലാം ചൈനീസ് ആപ്പ് ആയിരിക്കും. കാശും പോയോ? ആ പോയി. റീഫണ്ട് കൊടുത്തിട്ടുണ്ട്, കിട്ടുമായിരിക്കും. Oh shit. Hi. What? You can see it. Bye. Oh no. Oh damn bro. I could smell that from here. ഒരു സ്വപ്നം കണ്ടു, ഞെട്ടിപ്പോയി. ഒരു പെൺകുട്ടി എന്നെ നോക്കി ഇങ്ങനെ ഇരിക്കുക. ഒരു സുന്ദരി പെൺകുട്ടി. ശബ്ദവും കേട്ടു ക്ലിയർ ആയിട്ട്. പോയിട്ട് പിന്നെ വരാന്ന് പറഞ്ഞു. 300 വർഷം പഴക്കമുള്ള മനയല്ലേ, പലതും കണ്ടെന്ന് വരും. ഒരിക്കലൊന്നുമില്ല, ചുമ്മാ അങ്ങനെ ഇരിക്കുക മൊബൈലൊക്കെ നോക്കി. ഇനി കണ്ട നീ അങ്ങോട്ട് പറഞ്ഞു വിട്ടേക്ക്, എനിക്ക് ഒരു കൂട്ടാവൂല്ലോ. അടിപൊളി ഷർട്ടാണല്ലോ. ഗുഡ് മോർണിംഗ്. ഹലോ. പ്ലീസ് കം ഇൻ. വരുന്നേ. I never imagined a ghost. I mean, എനിക്ക് തീരെ കംഫർട്ടബിൾ ആയിരുന്നു. പിന്നെ പ്രഭയുടെ ഐഫോൺ ആയത് സച്ച് എ റിലീഫ്. മുഖത്ത് ഒരു നോക്കത്തില്ല. ഇപ്പൊ ഒരാൾ മുഖത്ത് നോക്കിയില്ലെങ്കിൽ നമ്മളെങ്ങനെയാ സംസാരിക്കുന്നത്. പക്ഷെ പ്രഭ നല്ല ബ്രേവ്. യു ഹാവ് ഗുഡ് ഐ കോണ്ടാക്ട്. ഐ ലൈക്ക് ഇറ്റ്. 10 on 10. പിന്നെ പേടിച്ചത് ഇസ് ടോട്ടലി അണ്ടർസ്റ്റാൻഡബിൾ. ആരായാലും പേടിച്ചു. ഫസ്റ്റ് ടൈം അല്ലേ. സ്വീറ്റ്. അല്ലേ അപ്പൊ സംശയം. അപ്പൊ ഈ ഫോണിങ്ങനെ ഫ്ലോട്ട് ചെയ്ത് നടക്കുകയാണോ? ഓട്ടോ 11 മണിക്ക് മതി. ഇപ്പോഴാണ് നോട്ടീസ് വായിച്ചത്. പിന്നെന്താ തേങ്ങയാണ് ഇവിടെ പറഞ്ഞ ഉണങ്ങിയിട്ടില്ല. ഈ ഡോക്ടർ ആഫിലെന്ന് വിളിക്കോ? ഇതാണല്ല ഡോക്ടർ. എനിക്ക് വയ്യ. ഞാൻ ഡോക്ടറിന്റെ വലിയ ഫാനാണ്. ആളാണ്. അപ്പൊ ഞാൻ 3 ദിവസം ഒരു ഫ്ലാറ്റിൽ ഒരു പൂജയ്ക്ക് വേണ്ടിയിട്ട് പോയിരുന്നത്. ഈ ബാധ കുഴിപ്പിക്കുന്ന ഒരു പൂജയാണ്. അവന്റെ പാരന്റ്സ് ഡോക്ടറിന്റെ അടുത്ത് കൊണ്ടുവന്നിരുന്നു എന്ന് പറഞ്ഞു. കണ്ടുകൊണ്ടിരുന്ന അതേ പെൺകുട്ടീനെ ഞാൻ കാണും. ഇന്നലെ രാത്രിയിലും ഇന്ന് പകല് വെളിച്ചത്തിൽ ഞാൻ കണ്ടു. ശബ്ദവും കേട്ടു ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട്. ഇപ്പൊ കാണുന്നുണ്ടോ? ഇപ്പോ ഇല്ല. ഗൂഗിൾ സെർച്ച് ചെയ്തപ്പോൾ എല്ലാ സിംറ്റംസ് എനിക്കുണ്ട്. അത് പെട്ടെന്ന് ഇങ്ങനെ വരൂല. എത്ര മരുന്ന് കഴിക്കാൻ ഞാൻ തയ്യാറാണ്. ഞാൻ പറയുന്നതിന് സ്പീഡ് കൂടി പോകുന്നുണ്ടോ? ഡോക്ടർ മനസ്സിലാവുന്നില്ലേ? ഈ പൂജ ചെയ്ത് അവിനാശ പ്രശ്നം മാറ്റി പറഞ്ഞില്ലേ, അതേപോലെ തൻ്റെ പ്രശ്നം സ്വയം പൂജ ചെയ്ത് മാറ്റിയാൽ പോരെ? എനിക്ക് ദൈവത്തിൽ വിശ്വാസമില്ല ഡോക്ടർ. ഞാനൊരു അപ്പൊ ഈ പൂജയുടെ മണിക്കൊക്കെ താനെങ്ങനെ ദൈവം? അത് അമ്മ മരിച്ചപ്പോ ആ വാ
ഞാൻ അമ്മയും കൂടി ദൂരദർശനിൽ A.R. റഹ്മാൻ്റെ കോൺസേർട്ട് കാണായിരുന്നു. അമ്മ മ്യൂസിക് കാണും, വീണയൊക്കെ വയ്ക്കും. കത്തിച്ച് പൂജ തുടങ്ങിയപ്പോൾ അമ്മ ഉറക്കെ വിളിക്കുന്ന കേട്ടു. ഞാനത് മൈൻഡ് ചെയ്തില്ല. പൂജ കഴിഞ്ഞോട്ടേന്ന് എഴുതി. തിരിച്ചു ചെന്നപ്പോൾ ഞാൻ കാണുന്നത് അമ്മ സോഫയുടെ താഴെ കമന്ന് കിടക്കുന്നതാണ്. അടിക്കിടത്ത് ഞാൻ നേരെ നോക്കിയത് തേവാരം കഴിഞ്ഞ് കത്തുന്ന വിളക്കിലേക്കായിരുന്നു. അവിടെ നോക്കിയാൽ കാണായിരുന്നു. സങ്കടത്തേക്കാൾ കൂടുതൽ ദേഷ്യമാണ് തോന്നിയത്. ഇല്ലെങ്കിലും നമുക്ക് ഈ ട്രോമ ആദ്യം മാറ്റിയെടുക്കാം. മറ്റേ പെൺകുട്ടി ഇനിയും വന്നാലോ? വന്നോട്ടെ, വന്ന പോലെ പോവുകയും ചെയ്യും. അതിനുള്ള സൂത്രം ഞാൻ തരാം. ഞാൻ ഓക്കെയാണ്. ഐ അഗ്രി വിത്ത് ഹാഫ് വോട്ട് ഈസ് ദാറ്റ്. നല്ല ഉറക്കം ഉണ്ടെങ്കിൽ പകുതി പ്രശ്നം മാറും. എന്തിനാണ് പ്രേത സിനിമയിൽ ഒന്ന് കണ്ണാടി നോക്കണേ? പ്രേത സിനിമ കണ്ടിട്ടില്ലേ? പട്ടിയറിച്ച് ഈ രാത്രി കൊടുക്കാന്ന് പറഞ്ഞല്ലേ നിങ്ങൾക്ക്? യു ഹാവ് ടു കം ഫോർ എൻ അറേഞ്ച്മെന്റ് മാൻ. അയ്യോ അതെന്താണ്? റീലാണോ? അറിയില്ല. നിങ്ങൾ സംസാരിക്കൂ, കമ്മ്യൂണിക്കേറ്റ് ബ്രോ. പാവം പ്രയത്നം പേടിച്ച്. ഉറങ്ങുമ്പോൾ ഡിസ്റ്റർബ് ചെയ്യണ്ടെന്ന് കരുതി ഞാനിവിടെ വന്നിരുന്നതാ. എന്നതായാലും കണ്ട നന്നായി. നമ്മൾ എന്നാത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി പേടിക്കുന്നേ? ആസില്ല, ഞാൻ ചെയ്ത് കാണിച്ചു കേട്ടെ. ഐ കൻ ഡു ഫ്രം ഹിയർ. My God, it's a powerful ghost. ലൈറ്റ് ഓൺ ചെയ്യട്ടെ? I like it. Shit. സോറി, ഐ ആം ജസ്റ്റ് ഫിഗറിംഗ് ദിസ് ഔട്ട്. ബൾബ് മാറ്റിയാൽ മതി. എന്നാ പറ്റി കൊച്ചിന്? അതാണിപ്പോ. ഒരു കാര്യം ചെയ്യും, വേഗം പോയി കിടന്നോ. മരുന്ന് കഴിച്ചല്ലേ? ഇഫ് യു ഡോണ്ട് മൈൻഡ്, എനിക്കിതിൽ കുറച്ച് കാര്യങ്ങൾ നോക്കാനുണ്ട്. നിങ്ങൾ എന്നെ കാണാൻ പറ്റത്തില്ല. ഓ എന്തോ ശബ്ദം കേട്ടത് എന്താണത്? പ്രഭ കിടന്നു, ഞാനിവിടെ ഓക്കെയാണ്. ഓ ബൈ ദ വേ, ആ കുർത്ത റിട്ടേൺ റിക്വസ്റ്റ് ചെയ്താൽ നന്നായിപ്പോയി. ഞാൻ ഓർഡർ ചെയ്തത് വൈറ്റിലെ ലാവൻഡർ ആയിരുന്നു, പക്ഷെ കിട്ടിയത് വൈറ്റിലെ പിങ്ക് ആണെന്നാണ് തോന്നുന്നത്. എനിവേസ്, ഞാൻ നാളത്തേക്ക് വേണ്ടി പിക്കപ്പ് ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. അതൊന്ന് കൊടുത്തേക്കണേ. ഇല്ലേ ചോദിച്ചോ? എന്തെങ്കിലും ചോദിക്കോ? I hate to say this, but I think I'm a ghost. ഞാൻ പ്രേതാന്നാ തോന്നുന്നത്. പ്രദീപേ, ജൂലൈ 12, 13 നല്ല ദിവസമാണ്. താൻ പ്ലാൻ ചെയ്തോ? ഓക്കെ. മണിച്ചിത്രത്താഴുണ്ട്. റൂമിൽ ഇപ്പോഴുണ്ടോ? ഇപ്പോഴെന്താ വിളിച്ചപ്പോൾ പറയാഞ്ഞേ? അതിന് ഫോൺ അവളുടെ കയ്യിലല്ലേ? തുറക്ക. എന്താ ഇതും കൂടെ തുറക്ക? പോയി. എവിടെ പോവാ? അല്ല വിളക്കെടുത്ത് വെക്കാം. ആ ഒറ്റയ്ക്ക് വേണ്ട, ഞാനും വരാം. ഇരിക്കുമ്പോ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പുറത്തോട്ട് ഇറങ്ങണ്ട, സേഫ് അല്ല. എന്താ നോക്കണേ, നടക്ക. ഓ ഇങ്ങനുണ്ട് ഒരു പേടി. ഇവിടെ ആരും കുർത്തിടാറില്ലല്ലോ. അത് പെമ്പിള്ളേർ ഇടുന്നതാണ്. പ്രബേന്ദു സാറിന്റെ മോനായിരിക്കുമല്ലേ? അതെ. ആ പുള്ളി ഓർഡർ ചെയ്താണ്. ഹിന്ദുട്ടി രാവിലെ ഏൽപ്പിച്ചിരുന്നു. ഞാൻ ചെയ്തോണ്ട് പറയല്ല, പൂജ ഗംഭീരായി. നീ പറഞ്ഞ ഐറ്റുണ്ടല്ലോ, ഭീകരിയാണ് അവൾ. ഒഴിഞ്ഞു പോണ എന്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടു. ഞാൻ ആ ഡോക്ടർ ഒന്നും കൂടി കണ്ടാലോ എന്നാണ്. ഫ്ലേവറിന് പുള്ളിക്കാരുടെ ഷർട്ടൊക്കെ ഭയങ്കര അടിപൊളി കേട്ടോ. എനിക്കത് മേടിച്ച് ഓവർ സൈസ്ഡ് യൂണിസെക്സ് ആണെങ്കിൽ ഒരു രക്ഷയില്ല. എവിടെ നിന്ന് എടുക്കുമെന്ന് ചോദിച്ചോണ്ട് പേടി മാറുമ്പോ പറ. പെൻഡിങ് കുറച്ച് പൂജകളുണ്ട്. ഷർട്ട്സ്
നമ്മളെ ചെല്ലട്ടെ. ഓക്കെ, ഇനി അവള് വരുന്ന എനിക്കൊന്ന് കാണണം. ഓക്കെ. ഞെട്ടിക്കഴിഞ്ഞു. സംസാരിക്കണം. Do I look like an item? സംസാരിക്കണം. ഞാൻ ഈ സിനിമയിൽ കാണുന്ന പ്രേതങ്ങൾ പോലെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? യെസ് ഓർ നോ? നോ. നോ. വാർന്ന് പറയും. എന്നെ കണ്ട് താനും തന്നെ കണ്ട് ഞാനും മാറി മാറി നോക്കി ഞെട്ടെന്നല്ലാതെ ഞാൻ വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ടോ? യെസ് ഓർ നോ? വാർന്നിരുന്നു പറയണോ? അല്ല, യെസ് ഓർ നോ ചോദിച്ചില്ല. കർത്താവിനെ ഓർത്ത് ഇനി എന്നെ കണ്ട് പേടിക്കരുത്. എനിക്ക് വെറുതെ ഗിൽറ്റ് ഫീൽ അടിക്കും. കർത്താവോ? ഓ, ഇനി അതുകൊണ്ടായിരുന്നു. ഇഷ്ടപ്പെട്ടു. പ്രൊട്ടക്ഷൻ. എന്ത് പ്രൊട്ടക്ഷൻ? ഒരു സേഫ്റ്റിക്ക്. എന്ത് സേഫ്റ്റി? അല്ല, ഒരു മനസ്സമാധാനം കേട്ടോ. മരത്തിൻ്റെ മെറ്റലിൻ്റെ അല്ല, അതെ. അതാണ് കണ്ടപ്പോഴെനിക്ക് മനസ്സിലായി. നല്ല ഉഴുത്ത ഒരു വാർത്താമ കുഞ്ഞാണ്. അപ്പൊ ഇഷ്ടമുള്ളത് നോക്കിയെടുത്തോ. ഓക്കെ. ഇപ്പൊ ഒരു തീരുമാനമായില്ലേ? അല്ലേലും എടോ, കർത്താവിന് എന്നോട് എന്തെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിൽ ഞാൻ ഇപ്പൊ തന്നെ അങ്ങ് തീർന്നു പോകത്തില്ലായിരുന്നോ? യു നോ വാട്ട്സ് എ ഫണി പാർട്ട്? എനിക്കൊരു ഇമ്പോർട്ടന്റ് ഡീറ്റെയിൽ പോലും ഓർമ്മയില്ല. ഐ കാൻറ്റ് ഈവൻ റിക്കോൾ മൈ നെയിം. ഹെൽപ്പർ മാൻ, യു നീഡ് ടു. ഇങ്ങനെ ഒരു പ്രേതം വന്നാൽ സഹായിക്കണ്ടേ? ചോദിക്ക് പുള്ളിക്കാരിയോട് എന്താണ് സംഭവം, എങ്ങനെ പറ്റിയെന്ന് ചോദിക്ക്. ലോക്കലാണ്, വേറെ ദിവസത്തേക്ക് മാറ്റാൻ പറ്റുമോ? എന്റെ പൊന്ന് പ്രഭേ, മണ്ടത്തരം പറയല്ലേ. ഇതിപ്പോ നീ വിട്ടാ പിന്നെ ഇല്ല കേട്ടോ. ഞാൻ സാധിക്ക് വാക്ക് കൊടുത്താണ്. നീ മൂടുന്ന അംഗീകരിക്കാൻ വരാൻ നോക്കിയപ്പോ തന്നെ മണി 5 ആയി. ഞാൻ വരാം. കണ്ട സംസാരിച്ചിരിക്കുക ഒരാളായില്ലേ? യു ആർ എ ലോൺ മാൻ. യു ഹാവ് എ പാർട്ട്ണർ നൗ, ഈവൻ ദോ ഇറ്റ്സ് എ ഗോസ്റ്റ് പാർട്ട്ണർ. ഷീസ് എ പാർട്ട്ണർ, നൈസ് പാർട്ട്ണർ. കൂടെ പോവും, ഒറ്റയ്ക്ക് കൂടെ അല്ല. ഒരു കമ്പനി കൊടുക്കണോ? താൻ എത്ര നേരം എന്ന് പറഞ്ഞ മസാല പിടിച്ചിരിക്കുക. ദോശ മതിയാ? പൊടി മസാല ദോശ. നീ ആരെയും നോക്കുന്നു? മൂല പൊടി മസാല ദോശ മതിയോ എന്ന്. മതി. എടാ, ഒരു മിനിറ്റ്, സാധ്യ വിളിക്കുന്നുണ്ടല്ലോ. ഓക്കെ, നിൽക്കുന്നു. അപ്പോഴും എൻ്റെ ദോശ വേണം. Get over it, man. Hi sir, all good sir, all good. The guitarist, is he ready? What's his name? Sir, Prabhendu sir. Shall I call him here, sir? No need. I can hear what he plays, right? Yeah, of course. Wait, what? वो सही नहीं जा रहा है. कुछ स्ट्रमिंग ट्राई करो यार. Strumming, okay. ये क्या कर रहे हो यार? Feel the melody and try again. फैजल, shorter क्यों दे? Sure, sir. പ്രഭേ, നിനക്ക് എന്താ പറ്റിയ? നോക്കാം. റെഡി. Stop. This is not even close. फैजल, क्या यार? ये तो मुंबई में भी मिल जाएगा. I want that magic. Yeah. Let's go. Come on, don't let him leave. ഒന്നുമില്ല. പ്രഭേ, ആ മെലഡി മാത്രം. It's that simple. She knows music. Come on, let's go. Partnership. ഇത് പ്ലേ. Korean musician. She knows her stuff. Okay, let's go. പ്രഭേ, ഇതേ ഉണ്ട്. റെഡി. This is it. Come on, let's do it. Oh yeah, I can feel it too.
ഫൈസലേ ആ റിവേർബ് ഒന്ന് കയറ്റി വെച്ചേ, ഒരു ഐറ്റം കൂടി ഇടാം. റെഡി. Oh no. Okay, this is killing me, man. പ്രഭേ ഇങ്ങോട്ടോ, സാറിന് കാണണം. കമ്പനി ആയല്ല, നീങ്കിലും ഒന്ന് കമ്പനി അടിച്ചു പുള്ളിക്കാരി. You just made the tune better, Prabhendu. We'll do the full song together in Mumbai. താങ്ക് യു സർ. പെർഫെക്റ്റ്. Faisal, I'll ask Sadhya to coordinate. Oh, okay. മോനെ പരിപാടി ആരാ ഓർഡർ ചെയ്തേ? എന്നിട്ട് That's exactly what I was thinking. എനിക്ക് മ്യൂസിക് അറിയാം, ഗിറ്റാർ കോഡ്സ് അറിയാം. കർത്താവേ, കുട്ടൂസും ഗിറ്റാറിസ്റ്റ് ആയിരുന്നു. മ്യൂസിക് കണക്ട്സ് the three of us. സ്ട്രേഞ്ച്. മാറിപ്പോ മിടുക്കനായാലോ. പേടി മാറി, കൺഫ്യൂഷൻ മാറിയിട്ടില്ല. റിലാക്സ് പ്രഭേ. പുള്ളിക്കാരിക്ക് എത്ര കൺഫ്യൂഷൻ ഉണ്ടാവും രണ്ടുപേർക്കും ഇല്ലേ? പുള്ളിക്കാരി എത്ര പേടിച്ചിട്ടുണ്ടാവും? ഡെലുലു മീൻസ് ഡെലൂഷൻ. ഈ ഇല്ലാത്തത് ഉള്ളതുപോലെ കാണുന്നത്. അതിന് മലയാളത്തിൽ എന്താ പറയാ ഡെലൂഷന്? ഡൽഹിയിലും ഓക്കെയാണ്. ആക്ച്വലി ദാറ്റ്സ് ക്യൂട്ട്. ഇനി ഡെലുലു എന്ന് വിളിച്ചാൽ മതി. എനിക്ക് ഞാൻ ഇട്ടിരുന്ന ക്ലോത്ത്സ് എല്ലാം പുള്ളിക്കാരുടെ തുണി അടിപൊളിയാണ്. പക്ഷെ എൻ്റെ ഫേവറേറ്റ് കുർത്തി മറ്റേ വൈറ്റിലെ ലാവൻഡർ പൂക്കളുള്ളത് എനിക്ക് അത് മാത്രം ഇടാൻ പറ്റുന്നില്ല. സോ ഐ തോട്ട് ചിലപ്പോൾ കണ്ടാ ഇടാൻ പറ്റുമായിരിക്കും. ഇതൊന്നും ഭൂതമൊന്നുമില്ല. എനിക്ക് അത്യാവശ്യം ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യാൻ അറിയാം. ഐ ഹാവ് സം സ്കിൽസ്. ഇതേ കഴിഞ്ഞ ആഴ്ച പ്രഭയുടെ മുന്നിൽ ഷോ കാണിച്ചു എൻ്റെ ബൈക്ക് എടുപ്പിച്ചില്ലേ, അതുപോലെ. മനസ്സിലായി. പേരൊന്നും എനിക്കറിയില്ല. Okay, people, that would be part 1 of the reaction for Sarvam Maya. Dude, I'm really enjoying this movie so far. I think ഇതിൽ ഭയങ്കര സംഭവമായിട്ടൊന്നും ഇല്ല, പക്ഷേ ഇറ്റ്സ് എ വെരി ഹാർട്ട് വാർമിങ് ത്രില്ലർ മാൻ. എനിക്ക് തോന്നുന്നില്ല. പൃഥ്വിരാജിൻ്റെ സിനിമയുടെ പേരെന്തായിരുന്നു? പൃഥ്വിരാജ് നസ്രിയ ഗോസ്റ്റ് ഫിലിം. പക്ഷേ അതായിരുന്നു എനിക്ക് ഈ ഇൻട്രാക്ഷൻ. രാജ് കൂടെ അല്ലേ? കൂടെ തന്നെയാണ്. എനിക്ക് ആ ഒരു ഇൻട്രാക്ഷൻ ആണ് ഈ ഇൻട്രാക്ഷനുമായിട്ട് ഭയങ്കര സിമിലറായിട്ട് തോന്നിയത്. ഈ നിവിൻ പോളി, നസ്രിയ, ടു ഓഫ് മൈ ഫേവറേറ്റ് ആക്ടേഴ്സ് ഔട്ട് ദെയർ ഇൻ മലയാളം ഇൻഡസ്ട്രി ആർ. ഐ തിങ്ക് പൃഥ്വിരാജിൻ്റെ ഞാൻ പണ്ടേ ഫാനായിരുന്നു. നിവിൻ പോളി ഇറ്റ്സ് എ വെരി യുണീക്ക് ആക്ടർ. ആക്ഷൻ ഹീറോ വിജുക്ക് കഴിഞ്ഞതിന് ശേഷം എനിക്ക് നസ്രിയുടെ ക്യാരക്ടറും പുള്ളിക്കാരുടെ ക്യാരക്ടറും ഭയങ്കര സിമിലറായിട്ട് തോന്നി ഇതിൻ്റെ അകത്ത്. കാരണം ഈ പൃഥ്വിരാജിൻ്റെ കൂടെ ഫിലിമിൽ ഓൾമോസ്റ്റ് ഫിലിം ഫുള്ള് ക്യാരി ചെയ്ത നസ്രിയാണ്. പൃഥ്വിരാജിന് റോൾ ഉണ്ടായിരുന്നെങ്കിലും ആ ഒരു ഫണ്ണി എലമെൻറ്റും അവരുടെ ആ ഒരു ഇൻട്രാക്ഷൻ്റെ ആ ഒരു സംഭവമൊക്കെ മാനേജ് ചെയ്ത് കൂടുതലും നസ്രിയാണ്. കാരണം ആ ഒരു പ്രേതത്തിൻ്റെ ആ ഒരു ക്യൂരിയസ്നെസ്സും അതെല്ലാം കൂടി. ഇത് ബ്രദർ സിസ്റ്റർ റിലേഷൻഷിപ്പാണ്. ഇതും ഒരു ദിസ് ഐ ഡോണ്ട് നോ ദിസ് സിബ്ലിങ്സ് ഓർ കപ്പിൾ ആ ഒരു ക്വസ്റ്റ്യൻ ഇവിടെ അടുത്ത് ചോദിക്കാം. റൈറ്റ്, I don't know, man. They have very good connection. They do feel like they could be siblings, and they also feel like they could be like romantic partners. But this is a weird situation to be in, and I think this is interesting. Like ഈ ഒരു എന്താ പറയുക, ആ ഒരു സ്റ്റോറിയേക്കാളും ആ ഒരു സ്ക്രിപ്റ്റും ആ ഒരു ഡൈനാമിക്കും, ലൈക്ക് ഈവൻ സ്റ്റോറി ഇല്ലെങ്കിലും പല റൊമാൻറ്റിക് മൂവീസ് നമ്മൾ ഇഷ്ടപ്പെടുന്നുണ്ട്. ആ ഒരു ഇവർ തമ്മിൽ ഈ രണ്ട് ക്യാരക്ടേഴ്സ് തമ്മിലുള്ള കെമിസ്ട്രി, ആ ഒരു ഡൈനാമിക്കാണ് ഈ ഫിലിമിനെ ക്യാരി ചെയ്യുന്നത്. ആൻഡ് ഐ റിയലി ലൈക്ക് ഇറ്റ്. സോ ഐ എം എൻജോയിങ് ദിസ് മൂവി സോ മച്ച്. ഞാൻ പല ആൾക്കാരോടും ഈ മൂവിയെ പറ്റി റിവ്യൂ ചോദിച്ചപ്പോൾ അവർ ഓക്കെയാണ്, ആവറേജാണ്, കണ്ടോണ്ടിരിക്കാൻ രസമുണ്ട് എന്ന് പറയുന്നത്. പക്ഷേ ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട്. കണ്ടോണ്ടിരിക്കാൻ രസമുണ്ട്, അതിനേക്കാളും കൂടുതൽ ഞാൻ ഈ മൂവി എൻജോയ് ചെയ്യുന്നുണ്ട്. ഞാൻ എഗ്രി ചെയ്യും. കാരണം ഒരു സിനിമ നമ്മൾ ബെറ്ററാണ്. ഇപ്പോൾ ഈ പല അവാർഡ് സിനിമ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. ഇപ്പോൾ പാരസൈറ്റ് എന്ന് പറയുന്ന ഫിലിമിന് 8 ഓസ്കാർ അങ്ങനെ കിട്ടിയിട്ടുണ്ട്. നല്ല ഫിലിമാണ്. പക്ഷെ ഞാൻ എൻജോയ് ചെയ്തു എന്ന് ചോദിച്ചാൽ, ഞാൻ ഈ സിനിമ കാണുന്നതോടെ ഞാൻ എൻജോയ് ചെയ്തതെന്ന് എനിക്കറിയില്ല. കാരണം ഫോർ മീ വാട്ട് ഐ വാണ്ട് ഇസ് എൻജോയ്മെൻറ്റ്, entertainment, and a decent story would be great, but this dynamic and this chemistry is giving me the entertainment, so I'm very happy with this movie. I thoroughly agree with that rating so far. ഇനി എന്താ സംഭവിക്കുന്നത് എനിക്കറിയില്ല. ഇപ്പോൾ പുള്ളിക്കാരുടെ ഹിസ്റ്ററി, പുള്ളിക്കാരുടെ പാസ്റ്റ് എക്സ്പ്ലോർ ചെയ്യുന്നത് കുറച്ചുകൂടി ഒരു സീരിയസ് സൈഡിലോട്ട് പോകുമെന്ന് തോന്നുന്നു. സോ that is actually going to be very interesting, to be honest. അതിൽ മേ ബി ഇത് സ്റ്റോറി കുറച്ചുകൂടി ലൈറ്റ് ഹാർട്ട് മൂഡ് മാറിയിട്ട് കുറച്ചുകൂടെ മേറ്റിലാവും. ഐ ഹോപ്പ് ദാറ്റ് ഹാപ്പൻസ്.
സോ ദിസ് ഈസ് വെരി ഇൻട്രസ്റ്റിംഗ് ആൻഡ് ഷീ ഡിഡ് എ റിയലി ഗുഡ് ജോബ്. പുള്ളിക്കാരി വേറെ മൂവി ചെയ്തിട്ടുണ്ടോ? എങ്കിൽ ഐ ക്യാൻ ചെക്ക് ചെയ്യണമല്ലോ. റിയ ഷിബു വേറെ മൂവീസ്? സർവമായ, വീരധീര ശൂരൻ, മൂര, കപ്പൽ, തക്സ്. ഇതൊക്കെ എവിടുത്തെ ഫിലിംസാ? ഇന്ത്യൻ ഫിലിം പ്രൊഡ്യൂസറാ ആൻഡ് ആക്ട്രസ് ഹു വർക്ക്സ് പ്രിഡോമിനറ്റ്ലി മലയാളം ഫിലിം ആൻഡ് തമിഴ് ഇൻഡസ്ട്രീസ്. വീരധീര ശൂരൻ മേ ബി മെയിൻ ആക്ട്രസ് ആയിരിക്കില്ല. മുറ. Don't remember any of these, man. ഓക്കെ, ഒരു മെയിൻ കാസ്റ്റ് അല്ല. പുള്ളിക്കാർ മെയിനായിട്ട് കാസ്റ്റ് വരുന്നത് എനിക്ക് തോന്നുന്നു ഈ സിനിമയിലാണ്. ആൻഡ് ഷീ ഡിഡ് എ ഫിനോമിനൽ ജോബ്. നിവിൻ പോളിക്ക് ഹീസ് എ എസ്റ്റാബ്ലിഷ്ഡ് ആക്ടർ. ഐ ഡോണ്ട് വാണ്ട് ടു ഗിവ് ഹിം ടു മച്ച്. he deserves the credit, but I don't want to give him too much credit because he's already. പക്ഷേ the new face Riya Shibu, I did a phenomenal job. Kudos to her. I respect that. Okay, so if you want to watch part 2 of this reaction, when you stick around on the channel, നമുക്ക് part 2 കാണാം. Yeah, that's it for part 1 of this reaction. I thoroughly enjoyed so far. I hope I'll enjoy the rest of it as well. Unless you guys see you guys in the part 2. Bye bye.